സഭാ മേലധ്യക്ഷന്മാർക്കെതിരായ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ അധിക്ഷേപത്തിലും സഭാ മുഖപത്രത്തിനുമെതിരായ ഷോൺ ജോർജിന്റെ രൂക്ഷ വിമർശനത്തിലും മുഖപ്രസംഗത്തിൽ മറുപടിയുമായി ദീപിക. സഭയ്ക്കില്ല ഹിംസയുടെ കുപ്പിണി പട്ടാളം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ FCRയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടു മടക്കിക്കുത്തി വന്നാലും നിലപാടിൽ മാറ്റമില്ലെന്ന് ദീപിക പറയുന്നു. അതേസമയം ദീപികയ്ക്ക് എതിരായ വിമർശനങ്ങൾ ഷോൺ ജോർജ് ഇന്നും ആവർത്തിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരായി മാത്രമാണ് പറഞ്ഞതെന്നും സഭാ നേതൃത്വത്തോട് ബഹുമാനമാണെന്ന് പി.സി. ജോർജും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ പി.സി. ജോർജിന്റെ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെയും സഭാ മുഖപത്രം ദീപികയ്ക്കെതിരെയും നടത്തിയ അധിക്ഷേപങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. പി.സി. ജോർജിനും ഷോൺ ജോർജിനുമെതിരെ പരോക്ഷമായി രൂക്ഷ വിമർശനമുയർത്തി ദീപിക മുഖപ്രസംഗം എഴുതി. ട്രംപിനെയും സ്റ്റാലിനെയും ഉദ്ധരിച്ചാണ് ബി.ജെ.പി. നേതാക്കൾക്കെതിരെ മുഖപ്രസംഗത്തിൽ വിമർശനം. എല്ലാവർക്കും വേണ്ടിയെന്ന് പറഞ്ഞ് പാസാക്കിയ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടി. ചെറുത്തുനിൽപ്പ് എന്ത് അക്രമത്തിനുമുള്ള ബ്ലാങ്ക് ചെക്കല്ല. ഭീഷണി യുദ്ധക്കുതിയനായ ട്രംപിന്റെ ആയാലും വർഗീയതയുടെ ഏജന്റുമാരായ കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളായാലും മറക്കരുതെന്ന് വിമർശനം. മുഖപ്രസംഗം ചർച്ചയായതോടെ ദീപികയ്ക്കെതിരെ വിമർശനം കടുപ്പിച്ച് ഷോൺ ജോർജ് വീണ്ടും രംഗത്ത് വന്നു. കഴിഞ്ഞ 6 മാസമായി വീക്ഷണം ഏതാണ് ദീപിക ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെന്ന് ഷോൺ. ദീപിക എഴുതുന്ന എല്ലാ കോപ്രായങ്ങളും സഭയുടെ അഭിപ്രായമായി ചിത്രീകരിക്കരുത്. സഭ എന്ന് പറയുന്നത് ഞാനും ഒക്കെ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 6 മാസക്കാലമായി വീക്ഷണം ഏതാ ദീപികയാണെന്ന് തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത് സഭയുടെ ചെലവിൽ വേണ്ട. ഷോൺ ജോർജിന് പരസ്യ പിന്തുണയുമായി ബി.ജെ.പി. നേതൃത്വവും രംഗത്തെത്തി. ദീപികയിൽ വന്ന മുഖപ്രസംഗം രാഷ്ട്രീയ താൽപര്യമുള്ളതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് പറഞ്ഞു. മതത്തെയും വിശ്വാസത്തെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താൽപര്യത്തിന് വേണ്ടി കൊണ്ടുകെട്ടാൻ ശ്രമിച്ചാൽ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉള്ളതുപോലെ ബി.ജെ.പിക്കുമുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംഭവത്തിൽ ബി.ജെ.പിക്കെതിരെ CPIM കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തി. വോട്ട് കിട്ടാതാകുമ്പോൾ സഭയെ കുറ്റം പറയാൻ നിൽക്കരുതെന്ന് കെ. മുരളീധരൻ പ്രതികരിച്ചു. വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? എല്ലാ സഭകളുടെയും വോട്ട് ഇത്തവണ UDFനുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഇത്തവണ കേരളത്തിൽ UDF അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അതേസമയം വിവാദങ്ങൾക്കിടയിൽ പി.സി. ജോർജ് പാലാ ബിഷപ്പ് ഹൌസിലെത്തി. 100ാം ജന്മദിനം ആഘോഷിക്കുന്ന മാർ പള്ളിക്കാമ്പറമ്പിൽ ബിഷപ്പിനെ സന്ദർശിച്ചു. സഭയുമായി പ്രശ്നവുമില്ല, ബിഷപ്പുമാർ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ വർത്തമാനം പറയുമെന്നും പി.സി. ജോർജ്. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം എനിക്കെതിരായിട്ട് മഠത്തിലോട്ട് വിളിച്ചു പറഞ്ഞ പിതാവ് പറഞ്ഞ വോട്ട് കിട്ടുമോ? പിതാവ് നാണക്കെട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ വോട്ടുകൾ ബി.ജെ.പി. പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ FCR ചർച്ചയായതോടെ ഈ നീക്കത്തിന് തിരിച്ചടിയാണെന്നാണ് ബി.ജെ.പി. ക്യാമ്പുകളുടെ വിലയിരുത്തൽ. ന്യൂസ് മലയാളം, കോട്ടയം.